ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഈദ് മുബാറക്. വീഡിയോ ഇടാനായിട്ട് കുറച്ച് അധികം ലേറ്റ് ആയി എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പൊ ഞാൻ ഈ ഈദിന്റെ തലേന്ന് തൊട്ടിട്ട് ഈദ് കഴിഞ്ഞിട്ടുള്ള ദിവസം വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിൾ ആയിട്ട് ഓട്ടിച്ചു വിട്ട് പറഞ്ഞുതരാട്ടോ. തലേ ദിവസം എനിക്കൊരു ഈദ് മെഹന്തി ഇട്ട് കൊടുക്കാനുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. സോ രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടു. മെഹന്തി ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ടുള്ള സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് വരണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ 4 പേർക്ക് 2 കൈ വീതം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, എന്റെ മനസ്സിലൊരു ധാരണ വെച്ചിട്ട് 30ാമത്തെ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ വരുന്നായിരുന്നു. പക്ഷെ വീട്ടിലെത്തി നോമ്പ് തുറന്നപ്പോഴേക്കും ആ ഒരു ധാരണയും കൂടി അങ്ങോട്ട് തകർന്നു കിട്ടി. പിന്നെ അങ്ങോട്ടേക്ക് ഹറി ബറി കളിയായിരുന്നു. നേരെ മൂത്താപ്പാന്റെ ഒപ്പം കയറി ടൗണിൽ പോയിട്ട് വീട്ടിലോട്ട് പെരുന്നാൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടു. എന്റെ പഠിച്ചോനെ ബീവറേജിന്റെ മുന്നിലുള്ള ക്യൂനേക്കാൾ കൂടുതലായിരുന്നു ചിക്കൻ കടേന്റെയും ബീഫ് കടേന്റെ ഒക്കെ മുന്നിലുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയാ തിക്കും തിരക്കിന്റെ ഇടയിൽ കൂടെ സാധനം വാങ്ങിയിട്ട് ഒരു 9 മണിയൊക്കെ വീട്ടിലെത്തി. പിന്നെ ഏകദേശം ഒരു 10-10:30 ആയിട്ടാണ് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് ഇരിക്കണേ. നൗറാക്കിന്റെ കൈയിന്റെ കോലം കണ്ടെങ്കിൽ എനിക്ക് മൈലാഞ്ചി ഇടാനേ പറ്റില്ല, കാരണം അത്രയും വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ഇടാനായിട്ട് വലിയൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചതായിരുന്നു പെരുന്നാൾക്ക് കൈ നിറയെ മൈലാഞ്ചി കിടണം, കാരണം കുറേ ദിവസമായി മൈലാഞ്ചി ഇട്ടിട്ട് നിന്ന്. പക്ഷെ രാവിലത്തെ ആ ഒരു ഹെന്നാവർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഊരേന്റെയും കൈയിന്റെ ഒക്കെ പാടും പരിപ്പും ഒക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നൗറാക്ക് ഇട്ട് കൊടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല, കാരണം എല്ലാ പെരുന്നാൾക്കൊക്കെ 2 കൈ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കലുള്ളതാണ്. അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ളൊരു ഇതെനിക്കില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ സിമ്പിൾ ഹമ്പിൾ ആയിട്ട് ഈ ഉറക്കപ്പിച്ചയിലൊക്കെ കൈയിന്റെ അപ്പുറം ഇട്ട് കൊടുത്തു. ഒരു കയ്യിൽ മാത്രം, മറ്റേ കയ്യിൽ ഇട്ട് കൊടുത്തില്ല. പിന്നെ ഓക്കും തന്നെ നല്ല ഉറക്കവും വരുന്നുണ്ട്. ഇമാതിരി ഉറക്കം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് പെരുന്നാൾക്ക് ചിലപ്പോൾ എനിക്ക് തലവേദന എടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു കയ്യിൽ ഞാൻ അങ്ങ് ഒതുക്കി വിട്ടു. പിന്നെ ഞാനും ഇൻസ്റ്റഗ്രാമിൽ കുറേ നേരം കുത്തിരുന്ന് തപ്പി വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ കയ്യിലിട്ട്. പിന്നെ ആ ഒരു ഉറക്കച്ചടവിൽ ഇട്ടുകൊണ്ടാണ് വലിയൊരു വൃത്തിയായിട്ട് വരാണ്ടിരുന്നത്, അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഡിസൈൻ കാണാനും. എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ ടൈമിൽ നല്ല വിശപ്പും, കുറേ ആയിട്ട് നോമ്പായതുകൊണ്ട് ഫുള്ളി എണ്ണക്കടികളും സാധാ കടികളൊക്കെ. എനിക്കാണെങ്കിൽ നല്ല കോഴി പൊരിച്ചതും പിന്നെ ചോറും തിന്നാനൊരു പൂതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് നാളത്തേക്ക് വാങ്ങി വെച്ചിരുന്ന കുറച്ച് ചിക്കൻ എടുത്ത് നല്ല ഉപ്പും മുളകൊക്കെ പുരട്ടി പൊരിച്ച് നല്ല ചോറൊക്കെ കൂടി തിന്ന് റാഹത്തായിട്ട് അങ്ങോട്ട് പോയി കിടന്ന്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ. പിന്നെ പിറ്റേ ദിവസം പെരുന്നാളിന് രാവിലെ ഈ കുക്കിങ്ങിൻ്റെയും ക്ലീനിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി ഇല്ല എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റിൽ പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ വീട്ടിലോട്ട്, അതായത് ഞങ്ങളുടെ തറവാട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി നിൽക്കുന്നത്. കാരണം എപ്പോഴും 1ാമത്തെ പെരുന്നാൾ അവിടെയാണ് ഉണ്ടാവാറുള്ളത് രാത്രി. അപ്പോൾ അങ്ങോട്ട് പോകാനാണ്. അപ്പോൾ ഇതാ നവീദുണ്ട്, നൗറുണ്ട്, ഞാനുണ്ട്. ഇത് എൻ്റെ ഉപ്പേൻ്റെ വല്ലിപ്പയാണ്. അപ്പോൾ ഞങ്ങൾ വല്ലിപ്പാനോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത്. വല്ലിപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചത് കാണാനൊക്കെ. അപ്പോൾ കുറേ നേരം വല്ലുപ്പാൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ നേരെ വണ്ടിയൊക്കെ കയറിയിട്ട് ഉമ്മാൻ്റെ വീട്ടിലോട്ടേക്ക് പോവുക. പിന്നെ നിങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയേണ്ടി കേട്ടോ കമൻറ്റ് ബോക്സിൽ കൂടെ. എന്തൊക്കെയാണ് പെരുന്നാൾ കോടി എടുത്തത്, എന്തൊക്കെ ഉണ്ടാക്കി പോരയിൽ, എവിടേക്കൊക്കെ പോയി, അങ്ങനെയൊക്കെ പറയേണ്ടി കേട്ടോ. ഇടയിൽ കൂടെ എൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങളെ കാര്യങ്ങൾ എന്നോട് പറയണം. അങ്ങനെ നമ്മളിതാ ഉമ്മാൻ്റെ പുരയിലെത്തി. ഇവിടെ ആണെങ്കിൽ നമ്മുടെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ അനിയത്തിമാരും അങ്ങനെ ഒരു പുക തന്നെയായിരുന്നു അവിടെ. ഇവിടെ വന്നാൽ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈദ് ഔട്ട്ഫിറ്റ് ഇട്ട് കുറേ മേക്കപ്പ് ഇട്ടിട്ട് കുറച്ച് തോനെ ഫോട്ടോസും വീഡിയോസും എടുക്കാന്ന്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗ് ഇടാനാണെന്ന് പറയാം, ബാക്കിയുള്ളവർക്ക് എന്തിനാന്ന് വെച്ചാൽ ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും അതിന് കിട്ടാനില്ല. പിന്നെ നമ്മൾ പെരുന്നാൾക്ക് ഓരോരുത്തരും ഓരോ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ വരിക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചു വിട്ടിട്ട് ഒരു 1.5 മാസത്തിന് കണ്ടുകൊണ്ടിരിക്കാൻ പാകത്തിന് ഒരു ലോഡ് ഫോട്ടോസ് എടുത്തു കൂട്ടും. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പെരുന്നാൾ സന്തോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഉമ്മമാൻ്റെ വല്ലിപ്പാൻ്റെ അടുത്തു നിന്നൊക്കെ സക്കാത്ത് പൈസ വാങ്ങുക. പിന്നെ ഉമ്മ നല്ല നെയ്യപ്പവും കുയ്യപ്പവും പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പള്ള നിറച്ച് തിന്ന് അന്നേ ദിവസം പെരുന്നാളല്ല അടിപൊളി ഉഷാറായി. പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു ഇന്നലത്തെ, പിന്നെ അതേപോലെ ഭൂരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, നമ്മുടെ ഇറച്ചിയും പൂളയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് തിരിച്ചു വീട്ടിലോട്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ ദിവസത്തിലെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മൂത്താപ്പാൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഉപ്പാൻ്റെ ഫാമിലീസ് ഒത്തിട്ടുള്ള ഒരു പെരുന്നാൾ സന്തോഷം പ്ലസ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആണ്ടും കൂടിയായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. രാവിലെ പിന്നെ മൗലൂദും പിന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ വരലും ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി എന്ത് വിചാരിച്ചു, വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് ഇവിടെ അടുത്ത് നെല്ലാറച്ചാൽ കാരാപ്പുഴ ഡാം ആൻഡ് വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്താണെങ്കിൽ കൂടി ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. പിന്നെ ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ ഇവരെയും കാണിച്ചു കൊടുക്കാം, നമുക്ക് എല്ലാവർക്കും രസമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു, വൈകുന്നേരം ഒന്ന് തെണ്ടാനായിട്ട് ഇറങ്ങി. അങ്ങനെ തന്നെ പറയുവാണ്. ഞങ്ങൾ കുറച്ച് അധികം നാളായി ഉപ്പാൻ്റെ സൈഡിലെ കസിൻസ് എല്ലാവരും കൂടി ഇതുപോലെ എവിടേക്കെങ്കിലും ഒക്കെ ഒരുമിച്ച് പോയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു.
പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിലേറെ ബ്ലോക്ക് ആയിരുന്നു. വണ്ടി താഴെ നിർത്തിയിട്ട് ഞങ്ങൾ നടന്നാണ് കയറിപ്പോയത്. ഇവിടെ എത്തിയപ്പോൾ എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട്. അവിടെ കണ്ടോ നല്ല മലൻ്റെ മേലെ അങ്ങനെ സൂര്യാസ്തമയം കാണാൻ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ അടുത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നല്ല എന്താ ഒരു മഞ്ഞ കളറ്, അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. എന്തോ നല്ല രസമാണ്. പിന്നെ നല്ല കാറ്റും ഉണ്ടാകും. അങ്ങനെ ഞങ്ങളിവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു കുന്ന് പോലെയാണ്. എന്നിട്ട് ഈ കുന്നിൻ്റെ താഴോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ആ ഡാം ഇങ്ങനെ കാണുക. അപ്പോൾ ഈ കുന്നിൻ്റെ മേലെ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു അടിപൊളി വൈബാണ്. ഇവിടെ ആണെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും കാണാൻ വന്നുകൊണ്ട് ആൾക്കാരെ തിരക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ രാവിലെ വരണം സൂര്യൻ ഉദിക്കണത് കാണാൻ, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കണത് കാണാൻ വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. നമ്മൾ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മല, പിന്നെ അതിൻ്റെ നടുവ് കൂടെ ഒരു സൂര്യനൊക്കെ വരക്കുമായിരുന്നല്ലോ ഫസ്റ്റ് ചിത്രം വരക്കാൻ പഠിക്കുമ്പം. ആ ഒരു എക്സാക്റ്റ് സാധനം തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സൂര്യനൊക്കെ അതിൻ്റെ പാട്ടിന് ഇറങ്ങിപ്പോയി. പിന്നെ മൂപ്പരെ കാണാനില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എന്നാൽ താഴെ ഡാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് താഴോട്ടേക്ക് ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കുമ്പോണ്ട് റീലിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കണം. ഇറങ്ങാൻ നല്ല സുഖമാണ്. പക്ഷേ ഇതേ സാധനം കയറി മേലെ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പിരാന്ത് പിടിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ലോണം മീനൊക്കെ വളർത്തുന്നുണ്ട്. ആരൊക്കെയോ മീനൊക്കെ വാങ്ങി പോകണ കണ്ടീനു. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഇഷ്ടംപോലെ നിറച്ച് ആമ്പൽ ഇങ്ങനെ പൂത്ത് നിൽക്കും. രാവിലെ വരുമ്പോൾ നമുക്ക് പിന്നെയും കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും അത് പറിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മൊത്തം കാലിയാക്കിയിട്ടാണ് പോവുക. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ നേരത്ത് നല്ലൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് അങ്ങനെ എൻ്റെ പെരുന്നാൾ അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സംഭവം ഏതായാലും നല്ല ഉഷാറന്നെയായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഈദ് വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കേട്ട് വരുന്നത് വരെ ബൈ.